ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. നമ്മുടെ മുഖത്തുള്ള ഓപ്പൺ പോഴ്സ് അല്ലെങ്കിൽ കുഞ്ഞു കുഴികൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഓപ്പൺ പോഴ്സ് എന്താണെന്ന് അറിയേണ്ടത്. നമ്മുടെ മുഖത്ത് നാച്ചുറലി കുഞ്ഞു കുഞ്ഞു കുഴികൾ കാണും. അതിലൂടെയാണ് ഓയിലും സ്വെറ്റും ഒക്കെ റിലീസ് ചെയ്യുന്നത്. ഈ കുഞ്ഞു കുഴികൾ വലുതാകുമ്പോഴാണ് ഈ ഓയിൽ പ്രൊഡക്ഷൻ ഒരുപാട് കൂടുന്നത്. അതുവഴി മുഖം ഓയിലി ആവും, പിന്നെ മുഖത്ത് ഒരുപാട് കുരുവും വരും. ഇനി ഓപ്പൺ പോഴ്സ് വരാൻ കുറച്ച് കാരണമുണ്ട്. അതിലൊന്നാമത്തെ കാരണം ഓയിൽ സെക്രീഷൻ കൂടുന്നത്, പിന്നെ നമ്മൾ നന്നായിട്ട് സ്കിൻ കെയർ ഒന്നും നോക്കാത്തത്, ഒരുപാട് സൂര്യപ്രകാശമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത്, അതുപോലെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴും റീസണാണ്. എല്ലാ സ്കിൻ ടൈപ്പിലും ഓപ്പൺ പോഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഓയിലി സ്കിന്നാണെന്നുള്ളൂ, പക്ഷേ എല്ലാത്തിലും വരും. ഡ്രൈ സ്കിന്നാണെങ്കിലും വരും. ഈ കുഞ്ഞു കുഴികൾ വലുതാകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡള്ളായിട്ട് തോന്നിക്കും. പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മളെപ്പോഴും സ്കിൻ ക്ലീൻ ആയിട്ട് വെക്കണം, എക്സ്ഫോളിയേറ്റ് ചെയ്യണം, സൺസ്ക്രീൻ യൂസ് ചെയ്യണം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഓപ്പൺ പോഴ്സിനെ അടയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അത് നമുക്ക് വേണ്ടതാണ്, നോർമലി ഉള്ളതാണ്. അപ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ വേണമെങ്കിൽ ആ ഓപ്പൺ പോഴ്സ് വേണം. അപ്പം ഓയിൽ പ്രൊഡക്ഷനെ ബാലൻസ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. 2 ടീസ്പൂൺ മുൾട്ടാണി മിട്ടി. ഫേസ് വാഷിന് പകരമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. മുൾട്ടാണി മിട്ടിയിൽ ആവശ്യത്തിനുള്ളൊരു വെള്ളം ഒഴിച്ച് ഒരു ഫേസ് പാക്ക് പോലെ. മുൾട്ടാണി മിട്ടിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതൊരു നാച്ചുറൽ ക്ലെൻസറാണ്. സ്കിൻ പോഴ്സിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ മാറ്റാനുള്ള കഴിവ് ഇതിനുണ്ട്. അപ്പോൾ ഇത് വെച്ച് കുറച്ച് നേരം ഫേസ് പാക്ക് പോലെ എന്ന് വെച്ചാൽ ഒന്ന് ഉണങ്ങിയിട്ട് കഴുകിക്കളയുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് എക്സസ് ഓയിലിനെ അബ്സോർവ് ചെയ്യാനുള്ള കഴിവും മുൾട്ടാണി മിട്ടിക്കുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ മുഖം ഒരു സോഫ്റ്റ് സ്മൂത്ത് ആകുന്ന അതുപോലെ ഉണ്ടാകും. വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ അലോവേറ ഐസ് ക്യൂബ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലോവേറ ജെല്ലുണ്ടെങ്കിൽ അത് മതി. ഞാനിവിടെ എടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ലീഫാണ്. അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് ജെല്ലെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജെല്ലെടുക്കുന്നതിനെ പറ്റി ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ തന്നെ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു മെത്തേഡും വളരെ ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത അലോവേറ ജെല്ല്. ക്യൂബ് ആക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ അപ്പോൾ അടുത്ത ഇതിൽ ഞാൻ ഒരു 1/2 ഗ്ലാസ് റോസ് വാട്ടർ ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് ഐസ് ട്രേക്കകത്തോട്ട് ഒഴിച്ച് വയ്ക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യും. ഇപ്പം ഇവിടെ അലോവേറ യൂസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ടൈറ്റൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. മാത്രമല്ല അതൊരു ക്ലെൻസറും കൂടിയാണ്. അപ്പോൾ അത് ഐസ് ഫോമിൽ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഐസ് സ്കിന്നിനെ ടൈറ്റൻ ചെയ്യും. അതുപോലെ തന്നെ ഈ ഓപ്പൺ പോഴ്സിൽ ഓയിൽസ്, ഡേർട്ട് അതുപോലെ ഒന്ന് അടിഞ്ഞു കൂടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐസ് ക്യൂബ് ഡെയിലി യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ഒരു ക്ലെൻസപ്പും ഈ മുൾട്ടാണി മിട്ടി വെച്ചിട്ട് അത് നന്നായിരിക്കും. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ടൊരു ഹോം റെമഡിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടണിൽ ഞെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. താങ്ക് യു.